ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ മാത്യു പുതിയടത്ത്, MCBS സഭാംഗമാണ്. ഞാൻ പട്ടം സ്വീകരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 5 വർഷക്കാലം ഞാൻ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. 1997 കാലഘട്ടത്തിൽ ജീസസ് യൂത്ത് മുന്നേറ്റവുമായിട്ട് ചേർന്ന് ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് ഒരു വൈദികനാകാനുള്ളൊരു മോഹത്തെക്കാളുപരി ഒരു മിഷണറി ആകണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നടക്കുന്ന കാലഘട്ടത്തിൽ അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം കാസർഗോഡ് സോണുകാരനായി എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു ഒത്തിരി പ്രാർത്ഥിച്ച് അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. 2010 ദൈവകൃപയാൽ ആദ്യമായിട്ട് അരുണാചലിൽ കാലുകുത്താൻ സാധിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. പിന്നീട് വീണ്ടും 2013 ഒരു വൈദികനായിട്ട് അവിടെ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ ഞാൻ വലിയ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരു പ്രദേശമാണത്. കാരണം ഞാൻ എൻ്റെ മനസ്സിലോർത്തു, കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്, ആ നാട്ടിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം ഒരു അവസരമൊരുക്കി എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കാലഘട്ടം. പിന്നീട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു വലിയ സത്യമായിരുന്നു. കാരണം 1987 ആദ്യമായിട്ടൊരു വൈദികൻ അവിടെ കടന്നു ചെന്ന കാലം മുതൽ ആ ജനം അവരെ ശുശ്രൂഷിക്കാനായിട്ടൊരു വൈദികന് വേണ്ടി പ്രാർത്ഥനയോടെ കൂടി കാത്തിരിക്കുകയായിരുന്നു. അവർ ഏതാണ്ട് 25 വർഷക്കാലം ആ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ആലോചിച്ചു, ദൈവമേ, ഞാൻ ചിന്തിക്കുന്നതിലുമൊക്കെ ഉപരിയായിട്ടാണല്ലോ ദൈവമേ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ അവിടെ എത്തിയെന്ന് വിശ്വസിക്കുമ്പോൾ അതേ അവസരത്തിൽ ആ ജനങ്ങൾ അതിനു മുമ്പേ കാത്തിരുന്ന ഒരു വൈദികനെയാണ് അവർക്ക് കിട്ടുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഒന്ന് പിടഞ്ഞു. പലപ്പോഴും നമ്മളൊക്കെ തോന്നാറുണ്ട്, ഈ ഒരു ഉത്തരവാദിത്വം, മിഷണറി ദൗത്യമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ശുശ്രൂഷയാണ് എന്നൊക്കെ. അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം അരുണാചലിലെ ജീവിതം എനിക്ക് കാണിച്ചു തന്നത് തന്നെയാണ്. ഒരിക്കലും ഇത് നമ്മുടെ ഒരു ശുശ്രൂഷയല്ല, മറിച്ച് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം എൻ്റെ മനസ്സിലൂടെ പോകുന്നത് പ്രകാരമാണ്. രാജാവ് യഹൂദരെ മുഴുവൻ വധിക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ മർദക്കോയ് എസ്തേർ രാജ്ഞിയുടെ അടുത്തേക്ക് ആളയച്ച് പറയുന്നുണ്ട്, നീ ഈ കൊട്ടാരത്തിൽ സുരക്ഷിതയാണെന്ന് കരുതരുത്. ഇപ്പോൾ നീ സംസാരിച്ചില്ലെങ്കിൽ യഹൂദർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ദൈവം മറ്റൊരു വ്യക്തിയെ ഉയർത്തിയേക്കാം. പക്ഷേ നീയും നിൻ്റെ പിതൃഭവനവും നശിക്കും. തീർച്ചയായിട്ടും അത് എന്നെ വല്ലാതെ വലിച്ച ഒരു വചനമാണ്. കാരണം ഞാൻ പോയില്ലെങ്കിൽ ദൈവം മറ്റു പലരെയും അയക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ആ നാട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വൈദികർക്കും സന്യസ്തർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു മേഖലയിൽ ദൈവം അനേകരെ ഉയർത്തിയെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ദൈവം വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ഭാഗമാക്കാനായിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് തന്നൊരു പ്രിവിലേജാണ്. അത് ദൈവം എനിക്ക് തന്നൊരു എന്നോട് കാണിച്ചൊരു കരുണയാണ്. ആ കരുണയിൽ സന്തോഷിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അതിലുപരി ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കർത്താവിനോട് ചേർന്ന് നിന്ന് ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ഈ മിഷൻ, എക്സ്ട്രാ ഓർഡിനറി മിഷൻ മാസത്തിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.